ഹലോ ഗായ്സ്, അങ്ങനെ നീട്ടി 8 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകണം. എൻ്റെ നാട്ടിൽ പറഞ്ഞാൽ ഞാൻ പഠിച്ച് വളർന്ന നാട്ടിലേക്ക് മുംബൈയിലോട്ടാണ് പോകുന്നത്. മോന് 1 വയസ്സുള്ളപ്പോഴാണ് പോയത്. ഇപ്പം 9 വയസ്സാകും. അപ്പോൾ ഒരു 8 വർഷത്തോളം അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമ്മളെ വിടാൻ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, അനിയനും പിന്നെ അനിയൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പോയ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഗരീബ് രഥാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഗരീബ് രഥിൽ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ഇത് ഫുൾ AC കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അത് കയറിയിട്ട് എന്തായാലും ഒരു യാത്ര പോലെ ഒരു സെൽഫി ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇത്രയും നാളിന് ശേഷമല്ല നമ്മൾ പോകുന്നത്. ഞാൻ ട്രെയിനിൽ കയറി തന്നെ കുറച്ച് നായി കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരുപാട് രാവിലെ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. അപ്പോൾ സ്നാക്സ് ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് സ്നാക്സ് ഒക്കെ കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ജേർണിയിൽ എനിക്ക് ഒരുപാട് കുഞ്ഞ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് വരുന്നുണ്ടായിരുന്നേ. കാരണം ഇപ്പം ഞാൻ ഹസ്ബൻഡ് മക്കളെ ക്യാരി ചെയ്ത് ഇങ്ങനെ ഫ്രം കേരള ടു മുംബൈ ട്രാവൽ ചെയ്യുന്ന പോലെ അവർ പണ്ട് മുംബൈ ടു കേരള ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ അവിടെ ആയിരുന്നു പഠിച്ചത് വളർന്നതല്ല. അപ്പോൾ ചില വെക്കേഷനിലൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ വരാറുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ മെയിൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രെയിൻ കയറി ഇതുപോലെ തന്നെ എനിക്ക് ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അന്നാണെങ്കിൽ ഇന്നാണെങ്കിലും ഒരേപോലെ ഇഷ്ടമാണ് എനിക്ക് ട്രെയിൻ ട്രാവൽ ചെയ്യാനേ. ഞാൻ ഓർത്ത് ട്രെയിനിൽ കയറുമ്പോൾ തന്നെ മക്കൾ രണ്ടുപേരും കൂടെ വിൻഡോ സീറ്റിന് അടിയിടുമെന്ന് വിചാരിച്ചോട്ടോ. കാരണം പണ്ട് ഞാനും അനിയനും ട്രെയിനിൽ കയറുമ്പോൾ ഫസ്റ്റ് അടിയിടുന്നത് വിൻഡോ സീറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ അവന് വിൻഡോ സീറ്റ് കിട്ടും, എനിക്ക് കിട്ടത്തില്ല. ചെറിയൊരു ഞുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടി മോതായി ഉറപ്പിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജോലിയെ. പക്ഷേ ഇവർ രണ്ടുപേർക്കും വിൻഡോ സീറ്റ് വേണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, അവിടെ വിൻഡോ സീറ്റ് വേണ്ട. ഞാൻ വിളിച്ചിട്ട് വരത്തില്ലായിരുന്നു കേട്ടോ. രണ്ടുപേർക്ക് മേളിൽ കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞോട് എടുക്കുകയും പിടിക്കുകയും ചെയ്താൽ മതി. കുറച്ച് നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ 3:15 ടൈമിൽ രണ്ടുപേരും മേളിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ ഡ്രോയിങ് ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കുറച്ച് ടോയ്സ് ഒക്കെ. പക്ഷേ അതൊന്നും അവർക്ക് വേണ്ട. അവർക്ക് ഇങ്ങനെ മേളിൽ കയറുക, താഴോട്ട് ഇറങ്ങാൻ, മേളിൽ കയറുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതിനിടയ്ക്ക് അവർ മേളിൽ കയറിലാക്കി ഹസ്ബൻഡും ജസ്റ്റ് ഒന്ന് കിടന്നു. കാരണം രാത്രി എന്തായാലും ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം എൻ്റെ സീറ്റും ഹസ്ബൻഡിൻ്റെ സീറ്റും മേളിൽ തന്നെ ആയിരുന്നു കേട്ടോ. മോനാണെങ്കിൽ ഇടയ്ക്കത്തെ ബർത്തും. കാരണം അവൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. അതുപോലെ ഇടയ്ക്കത്തെ ഇത് ബർത്ത് ആയതുകൊണ്ട് നമ്മൾ മേളിൽ ആയതുകൊണ്ട് അവനെ അതിനെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു പേടിയും ഭയവും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. അവൻ ഉറങ്ങി കഴിഞ്ഞപ്പം കാലൊക്കെ എടുത്ത് പുറത്തൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞെട്ടി എഴുന്നേറ്റ് ഹസ്ബൻഡിനെ വിളിക്കുന്നുണ്ടായിരുന്നു, നോക്കുന്നുണ്ട്. പുള്ളിയാണെങ്കിൽ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ ഓർത്ത് മീൻസ് പുള്ളി ഉറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അങ്ങ് ഉറങ്ങിപ്പോകും. കുട്ടിക്കാലത്ത് എൻ്റെ ഫസ്റ്റ് ട്രെയിൻ ജേർണി ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ അന്ന് ഇപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അന്ന് അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ താഴത്തെ സീറ്റ് കിട്ടിയായിരുന്നേ. ഈ പ്രാവശ്യം എനിക്ക് മോക്കും മേൾക്ക് സീറ്റാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അന്നാണെങ്കിലും എനിക്കിങ്ങനെ മിഡിൽ ബർത്ത് ആയിരുന്നേ. അന്ന് അച്ഛനും അമ്മയും ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഈ ഗരീബ് രഥിലെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഭഗവാന്. ആ ഒരു സീറ്റിൽ ഒരാൾക്ക് തന്നെ ശരിക്കും കിടക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ആദ്യം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ട്രെയിനിൽ. പക്ഷേ AC ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ രാത്രി ഉറക്കം ശരിയല്ല കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേയിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ദിവസത്തെ ജേർണിയുടെ വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴി അറിയാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.